ആ സാർ, സത്യശീലൻ എന്നാ പേര്. പേരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്രവൃത്തിയൊക്കെ. ആ, ആള് ദുബായിക്ക് മുങ്ങാൻ നോക്കി. ആ, ഞങ്ങൾ എയർപോർട്ടിലിട്ട് പിടിച്ചു. ഇതിപ്പോ കോടതിയിൽ ഹാജരാക്കും. പിന്നെ കൂടുതൽ ചോദ്യം ചെയ്യാനായിട്ട് നമ്മൾ കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നുണ്ട്. ആ, ഞാൻ സാറിനെ വിളിക്കാം. ആ സാർ, ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഇടം, ഇത് ആരാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണേ? സാറേ, അവിടെ സത്യശീലനെ കാണുമെന്നും പറഞ്ഞു ഒരുപാട് പേര് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അയാളെന്താ സിനിമ പറഞ്ഞ ഇവർക്കെല്ലാം കാണാനായിട്ട്? അതല്ല, എല്ലാം ഫിനാൻസിലെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തവരാണ് അവര്. കണ്ടിട്ടേ പോകുന്ന അവർ. എടാ, എന്തെങ്കിലും പറഞ്ഞൊന്ന് വിടാൻ നോക്ക്. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി സാർ, അവർ പോണ ലക്ഷണമല്ലേ. നിങ്ങളൊക്കെ പിന്നെ എന്തിനാണ് കാക്കിയിട്ട് ഇവിടെ നിൽക്കുന്നത്? ഒന്നങ്ങോട്ട് വരട്ടി പറയടോ. സാറേ, നമുക്ക് ഈ ജലപീരങ്കി പ്രയോഗിച്ചാലോ? അല്ല, ഇന്നത്തെ കാലത്ത് ലാത്തിയായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരെ ലാത്തി മേടിച്ച് നമ്മളെ തല്ലു സാർ. അത് എന്ത് ബഹളം! അതെ, താൻ പോയിട്ട് അതിലെ പ്രധാനപ്പെട്ട ആരെങ്കിലും ഒരു രണ്ടുപേരെങ്കിൽ വരാൻ പറയും സാർ. ഇരിക്കും. എന്താ പേര്? എന്റെ പേര് ശീതളൻ എന്നാണ് സാറേ. ഞാൻ ഈ സത്യശീലന്റെ ബലൂൺ എന്നുള്ള സ്ഥാപനത്തിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരുന്നേ. കുറച്ച് പൈസ എന്ന് പറയുമ്പോ കുറച്ച് ഒരു 30,000 30 ലക്ഷം. കുറെ സ്വർണവും പോയി. എത്ര സ്വർണം പോയി? 10,75 പവൻ പോയി. കൊള്ളാം. നിങ്ങളുടെ കയ്യിലൊക്കെ കുറെ കാശുണ്ടെങ്കിൽ എന്തോ ഒരു സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തൂടെ? ഇങ്ങനെയുള്ള ഉടായ്പ സ്ഥാപനങ്ങൾ കൊണ്ടിടേണ്ട കാര്യമുണ്ടോ? ഇവിടെ പലിശ കൂടുതൽ കിട്ടില്ലോ സാർ. അത് മാത്രമല്ല, ഇതിന്റെ സോഴ്സ് കാണിക്കണ്ടല്ലോ. അതെ സാറേ, ഞങ്ങള് കൃത്യമായിട്ട് ടാക്സ് ഒക്കെ അടക്കുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ ഒരു പരിചയത്തിന്റെ മുകളിൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒരു സാറേ, ഒരു കള്ളത്തരവും ഇല്ല. ചേട്ടൻ ദുബായി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. എടോ, ഈ സ്ഥാപനത്തിന്റെ പേരെന്നെ ബലൂൺ എന്നല്ലേ? ആ പേര് കേട്ട് അറിഞ്ഞൂടെ അത് പൊട്ടിപ്പോന്നു? സാറേ, ഞങ്ങളത് വീർത്ത് വരുന്ന വിചാരിച്ചത്. ഇപ്പൊ കാറ്റ് പോയപ്പോ സമാധാനമായല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യ്, ഒരു പരാതി എഴുതി കൊടുക്ക്. ഒപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ആ കാശിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ സോഴ്സ് കാണിക്കണം, സ്വർണത്തിൻ്റെയൊക്കെ സോഴ്സ് കാണിക്കണം. പിന്നെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും വേണം. സാറേ, ഞങ്ങൾക്ക് ഇയാളൊന്ന് കാണാൻ പറ്റും? എന്തിന്? അയാളെ ഇപ്പോൾ കണ്ടിട്ട് എന്താ കാര്യം? സാറേ, ഇയാൾ എത്ര പൈസ ഇൻവെസ്റ്റ് അല്ല, ചെയ്തു? ഞങ്ങളത് കോടതിയിൽ ഹാജരാക്കും. അത് കഴിഞ്ഞ് ചോദ്യം ചെയ്യലിനായിട്ട് ഞങ്ങൾ ഇവിടെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. അല്ല സാറേ, എനിക്ക് അയാളോട് ചോദിക്കണം, എന്റെ സ്വർണം മുഴുവൻ എടുത്തിട്ട് എന്തിനാ ചതിച്ചെന്ന്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പരാതി കൊടുക്ക്, ഞങ്ങൾ അന്വേഷിക്കട്ടെ. സാർ, അയാളൊന്ന് കാണണം സാറേ. ആവശ്യമുണ്ടോ അതിൻ്റെ? കാണണം. അത്രയും കാശ്, ഞങ്ങളുടെ കാശ് അയാൾ ഒരു കാര്യം ചെയ്യും സുഹൃത, ഒന്ന് കാണാനുള്ള സംവിധാനം ചെയ്ത് കൊടുക്കും. അതെ, ഇതൊക്കെ എത്ര പാഠമായി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളൊക്കെ കുറച്ച് വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ? ഇയാളുടെ ആദ്യത്തെ ഡീലിങ്സ് നമുക്ക് തരി ഇങ്ങനെ തോന്നില്ല. എങ്ങനെ അയാൾ ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ കള്ളന്മാരുടെ രീതി അങ്ങനെയാണ്. ആ ശീതളന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്റെ വിഷമം എന്താ ശീതളം മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ് ഇപ്പൊ എന്റെ വിഷമം. എന്തൊക്കെ പറയണേ സാറേ, കാശ് ഞാനതാ പറഞ്ഞത്, ഇപ്പൊ പരസ്പര വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പറയണത്. ശീതള ചതിച്ചു. ശീതള, സംഗതി ആകെ പ്രശ്നമായി. എന്റെ സർവ്വം മുതലും പോയി. എന്റെ സ്വർണം എവിടെ? ദുബായിലാണ്. ഭാര്യയും മക്കളും എല്ലാ സ്വർണവും പണവും എല്ലാം ദുബായിലേക്ക് കടത്തിയില്ലേ. ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല, പാപ്പരാണ്. ഇതാ വീട്ട ജുബ്ബ മാത്രമേ ഉള്ളൂ. എന്താ പിന്നെ കാട്ടുക ഞാൻ? തന്നെ വിശ്വസിച്ചിട്ടല്ലേ 30 ലക്ഷം രൂപ ഞങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. അതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതേപോലെ ഞാൻ അവളെ വിശ്വസിച്ചു, എന്റെ ഭാര്യയെ. പക്ഷെ അവളെ എന്നെ ചതിച്ചു. ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ഇതാ ഇപ്പൊ ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ട്, എന്നോട് ചോദിക്കാം. ഇതേപോലെ ഞാൻ ഭാര്യയുടെ അടുത്ത് നീ എന്തിനാടി ആ പൈസ അങ്ങനെ ചെയ്തത്, ഈ വക തമ്മാടിത്തരം കാണിച്ചത് എന്തിനാന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറി പോകാൻ വേണ്ടി നിന്ന സമയത്താണ് എയർപോർട്ടിൽ വെച്ചിട്ട് ഇവർ എന്നെ പൂട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും നീ പറ. സാറേ, ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് സാറേ. ഈ കഥ കേട്ട ഞങ്ങൾക്ക് ചെലവാണ്. ഞങ്ങൾക്ക് കാശ് വേണം സാറേ. പാവം സാറേ, പൈസ പോയി എന്റെ വിഷമത്തിലാണ്. എന്താ പിന്നെ ചെയ്യാ? അതെ ശീതള, നോക്ക്, ഇങ്ങനെ വിഷമിക്കണ്ട. നിങ്ങൾ നിക്ഷേപകരുടെ ആരുടെയും പൈസ വെറുതെ പോവില്ല. ദൈവം ആയുസ്സും ആരോഗ്യം തന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ പൈസയും ഞാൻ അധ്വാനിച്ച് വീട്ടും. സത്യശീലൻ സത്യമുള്ള ആളാണ്. പറഞ്ഞതാണ്. നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ലേ? ഞാൻ അധ്വാനിച്ച് വീട്ടും.
ഇയാൾക്ക് ഭ്രാന്താണ് സാറേ. ഇയാള് വല്ല സ്വാമിയെ സന്യാസിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞ് ഞങ്ങളുടെ കാശ് പോകും സാറേ. 10-30 ലക്ഷം രൂപ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് സാറേ. ഞങ്ങൾക്കത് കിട്ടണം സാറേ, ഞങ്ങൾക്കത് കിട്ടണം. സാറ് എങ്ങനെയെങ്കിലും ഒന്ന് മേടിച്ചു താ സാറേ. വെക്കല്ലേ ഇത്? ഇത് സ്റ്റേഷനാണ്. ഹലോ സാറേ, ഇവിടെ പുറത്ത് ഭയങ്കര ബഹളം നടക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് കോടതിയിൽ പോകാം സാറേ. കോടതിക്ക് പോണ്ടേ നമുക്ക്? ഒരു കഷ്ടമാണ്, എനിക്ക് വയ്യ കാണാൻ. പാവം. ശീതളേട്ടോ, ആ, എന്താ ഹാല്? വല്ലതും നടക്കുവോ? ഒന്നും നടക്കില്ല മൊയ്തു. എന്തിട്ടാ അങ്ങനെ പറയണേ? ഇത് പോയി ഞാൻ തൂങ്ങിച്ചാണ്ടി വരട്ടോ. എന്റെ മൊയ്തു, എന്റെ സ്ഥിതി അതിലും പരിതാപകരാണ്. ഞാൻ എന്നൊന്ന് നോക്കിയേ. എന്റെ 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 എല്ലാം പോയി, എന്റെ കയ്യിലുള്ള എല്ലാം പോയി. ഇപ്പൊ എന്താ അറിയോ, ഞാൻ പറഞ്ഞ പ്രകാരമാണ് എന്റെ ബന്ധുക്കൾ ഒരുപാട് ആൾക്കാർ അവിടെ കൊണ്ട് പൈസ നിക്ഷേപിച്ചു. ഇവരൊക്കെ എന്റെ പെരയിൽ കയറി ഇറങ്ങുക. എന്താ അവരോട് ഞാൻ പറയാ? ഈ മണ്ടുവിന്റെ ചീത്ത കേൾക്കാത്തൊരു ദിവസമില്ല എനിക്ക്. ആ, എന്താ വേണ്ട, ഇരിപ്പുറക്കൂല. അതാ എന്താ നിങ്ങളുടെ ഉദ്ദേശം? നമ്മള് തരേണ്ടിടത്തൊക്കെ തെരഞ്ഞിക്കണേ. ഓം ദുനിയാവിൽ എവിടെ ഉള്ളതെന്ന് അറിയുന്നില്ല. അതാണ്. എന്ന് പറഞ്ഞാൽ ഉള്ള മുതലും മുഴുവൻ കൊണ്ട് കളഞ്ഞിട്ടാണ് ഈ ഇരിക്കണത്. ഹലോ, പറ. അതെയോ? ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വരാം വരാം വരാം. പിന്നെ എവിടെയാണെങ്കിലും വരാം. ശരി ശരി ശരി. എന്താ മൊയ്തോ, ആ? അവനെ കിട്ടിയിട്ടുണ്ട്. സതീശനെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? ആ, എവിടെയാള്? എന്ത് കേസ്? ഏത് കേസ്? ഇനി കേസൊന്നുമില്ല. ഇതൊക്കെ നാട്ടില് കുറെ ആളുകൾ കടന്ന് വെറുതെ ബഹളം ഉണ്ടാക്കുന്നതാണെന്ന്. ഇതിപ്പോ എന്റെ ആദ്യത്തൊന്നും അല്ലല്ലോ. ആ, അതൊക്കെ കുറച്ച് കഴിയുമ്പോ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോ അതൊക്കെ അങ്ങ് കെട്ടടങ്ങും. അത് അതിന്റെ പാട്ടിന് പോകും. അത്രേ ഉള്ളൂ. അതെ, എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് കുറച്ച് പൈസയെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചതാ. ഇനി അത് പറ്റില്ല. ഞാൻ പാപ്പരാണെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ എങ്ങനെ ആളുകൾക്ക് പൈസ എടുത്ത് വിതരണം ചെയ്യും? ആ, ഏതായാലും പാപ്പരായിട്ടുള്ള സ്ഥിതിക്ക് കുറച്ച് ബൾക്കായിട്ടുള്ള പൈസ കയ്യിലുണ്ട്. ഞാൻ അത് വെച്ചിട്ട് ഒരു പുതിയ ബിസിനസിനെ പറ്റി ആലോചിക്കണം. ആ, ശരി ഓക്കെ. സത്യശീല, അതൊക്കെ ആരൊക്കെ ഇത്? മനസ്സിലായില്ല എനിക്ക് അല്ലേ? നമ്മള് പോയത് ഇത് ശീതളെ. അതെ, മനസ്സിലായി. അതെ, ഞങ്ങളെ പറ്റിക്കാന്ന് ഞാൻ വിചാരിക്കരുതിട്ടാ. ആനപ്പതി ഫ്രോഡുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ തന്നെ പോലെ ഒരു വൃത്തികെട്ടം എന്താ പറയാ. നമ്മളെ പൈസ മുഴുവൻ എടുത്ത് മുങ്ങിയിട്ട് ഓമ്പടെ വന്ന് സുജായിയായിട്ട് ജീവിക്കാണ് റിസോർട്ടിൽ. എന്റെ സ്വർണ്ണം പൈസ എന്താണോ? എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? പിന്നെ എങ്ങനെയാണ്ടോ എന്നോട് സംസാരിക്കണ്ടേ? നമ്മുടെ കമ്പനി പൊളിഞ്ഞതല്ല. ഇതിൽ ചേർന്ന എല്ലാ ആളുകൾക്കും പൈസ തിരിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച ആളെന്നെയാണ് ഞാന്. എന്നിട്ട് എവിടെയെന്ന്? പക്ഷെ ഇപ്പൊ വേറൊരു പ്രശ്നം ഉണ്ടായി. ഒരു കോടതി വിധി വന്നു. കോടതി വിധിയിൽ സത്യശീലൻ പാപ്പരാണ് എന്നാണ് കോടതി പറയണത്. ഇങ്ങനെ പാപ്പരായി നിൽക്കുന്ന ഒരാള് ആളുകൾക്ക് ഇങ്ങനെ പൈസ എടുത്തു കൊടുക്കുന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ വിഷയാവും. കോടതിയെ ലക്ഷ്യാണ്. സത്യശീലൻ പാപ്പരാണ് എന്ന് വിധിച്ചിട്ടുള്ള ഒരു ജഡ്ജിയുടെ മുഖത്ത് ഞാൻ പിന്നെ എങ്ങനെ നോക്കും മൊയ്തോ? ഇതിനൊരു നീതി ന്യായമൊക്കെ വേണ്ടേ? അതാണ് വിഷയം. പിന്നെ മാത്രല്ല, ഇത് കേസാവും. കേസായി കഴിഞ്ഞാൽ ഞാൻ തൂങ്ങേണ്ടി വരും. ആള് ചത്തു പോയിട്ട് പിന്നെ നിങ്ങൾ ആരോട് വന്ന് ചോദിക്കും? ഇപ്പതാ ചോദിക്കാൻ മുമ്പിൽ ഒരാളെങ്കിലും ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മൾ നിക്ഷേപിച്ച കായ് മുഴുവൻ പോയിന്ന്. എവിടെ പോയത്? നിങ്ങൾ നിക്ഷേപിച്ച പൈസ മുഴുവൻ എന്റെ കയ്യിൽ ഇവിടെ ഇരിക്കല്ലേ? അതും കൊണ്ടേ ഞങ്ങള് പോവുള്ളൂ ഈ പറയണത്. അതിപ്പൊ തരാൻ പറ്റില്ല എന്നല്ലേ പെങ്ങളെ ഞാൻ പറഞ്ഞത്. അത് കിട്ടാതെ ഞങ്ങള് പോവില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോ ഒരു സ്ഥാപനത്തിൽ കുറെ പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പൈസയൊക്കെ ആകെ പോയി കിടക്കാണ്. പോയി ഞാൻ പാപ്പരല്ലേ? നിങ്ങൾ ആദ്യം ഞാൻ പറയണത് കേൾക്ക്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള പൈസ
അതിന്റെ ഒരു 4 ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു മാർഗത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഞങ്ങൾക്കൊരു താല്പര്യക്കുറവില്ല. ഞങ്ങളുടെ കാശ് അങ്ങോട്ട് തിരിച്ചു കിട്ടണം. അതിന്റെ വഴി പറയട്ടെ, ഞാനത് പറഞ്ഞോട്ടെ. പറ. അതൊരു പുതിയ ബിസിനസ്സാണ്. ഈ ജനുവരി മാസത്തിലാണ് നമ്മൾ കമ്പനി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ജനുവരിയിൽ നമ്മൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ച് മാസം 30 ആവുന്നതോട് കൂടിയിട്ട് 4 ലക്ഷം രൂപ നിങ്ങൾക്ക് തിരിച്ചു തരും. അതായത് 3 ഇരട്ടി ലാഭം. ഒരാളെ ഞാൻ നിർബന്ധിക്കില്ല, താല്പര്യമുള്ള ആളുകൾ മാത്രം ചേർന്നാൽ മതി. നിങ്ങൾക്ക് ചേരണോ ചേരണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര നിക്ഷേപിക്കേണ്ടി വരും? എപ്പോ തരേണ്ടി വരും? എപ്പോ തരേണ്ടി വരും? ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ്, മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്കിനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.